മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണത്തിൽ CSDS ഉദ്യോഗസ്ഥനെതിരെ കേസ്. സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് ഉദ്യോഗസ്ഥനായ സഞ്ജയ് കുമാറിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നാഗ്പൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ സഞ്ജയ് കുമാർ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ഒടുവിൽ നാഗ്പൂർ പോലീസ് CSDS മേധാവിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ. CSDSന്റെ കോ ചെയർമാനായിട്ടുള്ള സഞ്ജയ് കുമാറിനെതിരെ ഇപ്പോൾ മുംബൈ പോലീസ്, മഹാരാഷ്ട്രയിലെ നാഗ്പൂർ പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. BNSലെ 175, 353, 212, 340 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ നാഗ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ സഞ്ജയ് കുമാറിനെതിരെ ഉയർന്നിരുന്നു. സഞ്ജയ് കുമാർ തെറ്റായ വിവരങ്ങൾ പങ്കുവച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയനിഴൽ നിർത്തി. മാത്രമല്ല, ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ സംശയനിഴൽ നിർത്തുന്ന തരത്തിലുള്ള രേഖകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ എക്സിലൂടെ നടത്തിയ സഞ്ജയ് കുമാറിനെതിരെ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ പരാതികൾ ഉയർന്നിരുന്നു. ഒടുവിൽ നാഗ്പൂർ പോലീസാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സഞ്ജയ് കുമാറിനെതിരെ ഉള്ള പരാതി പോലെ തന്നെ സമാനമായ പരാതികൾ രാഹുലിനെതിരെയും, പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുലിനെതിരെയും ഉയരുന്നുണ്ട്. രാഹുൽ ഈ സഞ്ജയ് കുമാർ നൽകിയ രേഖകൾ തെറ്റായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയനിഴൽ നിർത്തിക്കൊണ്ട് ഈ പ്രക്രിയയെ തന്നെ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രാഹുലിനെതിരെയും സമാനമായ രീതിയിൽ സഞ്ജയ് കുമാറിനെതിരെ ഉയർന്ന പരാതി പോലെ തന്നെ രാഹുലിനെതിരെയും പരാതി ഉയർന്നിട്ടുണ്ട്. രാഹുലിനെതിരെ പോലീസ് കേസെടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില ഡെവലപ്മെൻറ്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് CSDSന് നൽകിയിട്ടുള്ള സഹായം ICSSR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് നൽകി വരുന്ന സർക്കാർ ഗ്രാൻറ്റുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാൻറ്റുകൾ ഏത് തരത്തിൽ ഉപയോഗിച്ചു എന്നതടക്കമുള്ള സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ICSSR ഇന്നിപ്പോൾ ഈ CSDSന് ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതുമായി ഈ സർക്കാർ നൽകിയ ഫണ്ട് ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് CSDS വ്യക്തമാക്കണം. ഏതായാലും ഈ സഞ്ജയ് കുമാറിൻ്റെ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ സഞ്ജയ് കുമാർ എക്സിൽ നൽകിയ പോസ്റ്റ്, അതാണ് പ്രതിപക്ഷം പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുക്കപ്പെട്ട BJP സർക്കാരിനെതിരെയും ഒക്കെ തന്നെ ഉപയോഗിച്ചത്. ഇത് തെറ്റായ വിവരങ്ങളായിരുന്നു എന്ന് സഞ്ജയ് കുമാർ തന്നെ പിന്നീട് മാപ്പപേക്ഷയുമായി എക്സിൽ രംഗത്തെത്തിയിരുന്നു. അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹം മാപ്പപേക്ഷ നൽകിയിരുന്നു. എങ്കിൽ തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്തരത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, അവാസ്തവമായ ആരോപണങ്ങൾ ഉന്നയിച്ച സഞ്ജയ് കുമാറിനെതിരെ ഇന്നിപ്പോൾ നാഗ്പൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.